എന്താന്ന് പറയുന്നത്. ഈ ധർമ്മം ചില നാടുകളിൽ ചില കാലങ്ങളിൽ നശിച്ചു പോകും, കുറഞ്ഞു 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 വരും. അതിനും വേദങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കലികാലത്തിൽ ധർമ്മം ഒറ്റക്കാലിൽ നിൽക്കുക എന്നാണ്. തൊട്ടു മുമ്പത്തെ കാലത്ത് 3 കാലിലായിരുന്നു, അതിൻ്റെ അപ്പുറം 2 കാലിലായിരുന്നു, അതിൻ്റെ അപ്പുറം അല്ലേ 2 കാലിലായിരുന്നു, പിന്നെ അതിനപ്പുറം 3 കാലിലായിരുന്നു, 4 കാലിൽ നിന്നൊരു സത്യയുഗം ഉണ്ടായിരുന്നു, കൃതയുഗം കഴിഞ്ഞു, ദ്വാപരയുഗം, ത്രേതായുഗം ഒക്കെ കഴിഞ്ഞു. ഓരോ കാലത്തും അതിൻ്റെ ധർമ്മം ശോഷിച്ച് വരുന്നു. ഈ സമയത്ത് ദേവന്റെ ചൈതന്യമുള്ള വ്യക്തികൾ അവതരിക്കും. നമ്മളൊക്കെ ദേവ ചൈതന്യത്തിൻ്റെ അവതാരങ്ങളാണ്. ചില ആളുകൾ ചോദിക്കില്ല, അമൃതാനന്ദമയി എന്താ മനുഷ്യ ദൈവമാണോ എന്നൊക്കെ ചോദിക്കില്ല. മനുഷ്യ ദൈവമാണോ എന്ന് ചോദിക്കേണ്ടത്, ദൈവം തന്നെയാണ്. നമ്മളൊക്കെ ദൈവം തന്നെയാണ്. അതാണ് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി തത്വമസി അല്ലേ. ശബരിമലയിൽ നമ്മൾ പോകുന്ന സമയത്ത് സന്നിധാനത്തിന് വെളിയില ശേതാശ്വരോപനിഷത്തിലൊക്കെ നമ്മൾ കാണുന്ന ശ്ലോകാർത്ഥം തത്വമസി എന്ന് കാണുന്നു. അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ത്വമസി നീ തന്നെയാകുന്നു. ഈ തനിമയെക്കുറിച്ച് തിരിച്ചറിയണം നമുക്കില്ല എങ്കിൽ നമ്മൾ പിടിച്ചു പതിക്കുന്നവനും കൊല്ലുന്നവനും കക്കുന്നവനും പച്ചയ്ക്ക് തിന്നുന്നവനുമായിട്ട് മാറും. അതായിരുന്നു രത്നാകരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അയാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നല്ല, രത്നാകരത്വം നമ്മളിലൊക്കെ ഉണ്ട്. നമ്മളും കൊല്ലും, നമ്മളും പിടിച്ചു പറിക്കും, നമ്മളും പച്ചയ്ക്ക് തിന്നും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, പീഡിപ്പിക്കും, ഒക്കെ ചെയ്യും. അവിടെ നമ്മൾ രത്നാകരന്മാരാണ്. എപ്പോഴാണോ നമുക്ക് ഈശ്വരീയ ബോധമുണ്ടാവുന്നത്, ഏതെങ്കിലും ഒരു രീതിയിൽ ധർമ്മബോധമുണ്ടാവുന്നത്, ഏതെങ്കിലും ഒരു തരത്തിൽ എങ്ങനെയും ആവാം, അത് ക്ഷേത്രമാവാം, വീടാവാം, വ്യക്തികളിലൂടെയാവാം, ഏതെങ്കിലും ഗുരുക്കന്മാരിലൂടെ, ഇനി ആരാധനാലയങ്ങൾ ഏതുമാവാം, അവിടെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വെച്ച് എൻ്റെ ജീവിതം എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുക. പറയാറുണ്ട്, പോസ്റ്റ് മോഡേൺ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ കൺസെപ്റ്റിൽ പറയാറുണ്ട്, ജീവിതത്തിൻ്റെ 2 സന്ദർഭങ്ങളാണ് ഏറ്റവും മൂല്യവത്തായത്. ഒന്ന് നമ്മൾ ജനിക്കുന്നതും, മറ്റൊന്ന് ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഒന്ന് നമ്മുടെ ജന്മമാണ്, മറ്റൊന്ന് ഞാൻ എന്താണെന്ന് തിരിച്ചറിയുക. ഞാൻ എന്താണെന്ന് തിരിച്ചറിയാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയങ്ങളായി കിടക്കുന്നത്. ഞാൻ എന്തിനു ഭക്ഷണം കഴിക്കുന്നു, ഞാൻ എന്തിനു ഉറങ്ങുന്നു, ഞാൻ എന്തിനു കൂട്ടുകാരുടെ കൂടെ നടക്കുന്നു, ഞാൻ എന്തിനു സംസാരിക്കുന്നു, ഞാൻ എന്തിനു ചിന്തിക്കുന്നു. ആരെങ്കിലും ആലോചിച്ചില്ലോ? ഞാൻ എന്തിനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആരെയും ചോദിക്കാം, അവിടെ അമ്പലത്തിലായിരുന്നു, അവിടെ രവിമാഷെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് അയാളൊരു കുറ്റം. ഞാനൊരു 3 പേജം എഴുതി കൊടുക്കും. രവിമാഷ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അപ്പടിയാണ്, ഇപ്പടിയാണ്, കൊള്ളാത്തവനാ, വയ്യാത്തവനാ, വേണ്ടാത്തവനാ, പറ്റാത്തവനാ. വെറുതെ എന്നോട് ചോദിച്ചു, മാഷേ നിങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല അല്ലേ. ലളിതമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷിൽ അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ചോദിക്കും. എല്ലാവർക്കും അറിയാലോ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സംശയമില്ലല്ലോ, നാശരിക്കാരും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ സംഖ്യ അറിയാലോ അല്ലേ, A to Z. മലയാളത്തിലെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാലോ ചിലപ്പോൾ തപ്പിപ്പോകും. ഇവിടുന്ന് തുടങ്ങിയാൽ പടക്കം വിടുന്നവരെ പലതും കിട്ടും. നമുക്കറിയാത്തത് നമ്മളെക്കുറിച്ച്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ വിദേശത്തുള്ള എല്ലാ കാര്യവും നമുക്കറിയാം. പാശ്ചാത്യരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വസ്ത്രം എങ്ങനെയാണ്, അവരുടെ ഭക്ഷണം എങ്ങനെയാണ്, അറേബ്യൻ ഫുഡ്സ് എങ്ങനെയാണ്. ഒറ്റ ചോദ്യം ചോദിച്ചാൽ കുട്ടികളെങ്ങനെ പെട എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ. ലോകം മുഴുവൻ അറിയാം, വിരൽ തുമ്പിൽ എല്ലാം റെഡിയാണ്. നിന്നെക്കുറിച്ച് നിനക്കെന്തറിയാം? അവിടെയാണ് സപ്തർഷികൾ കാട്ടാളനെ മാറ്റുന്നത്. ഇന്ന് മനുഷ്യൻ കാട്ടാളനായിട്ട് മാറുമ്പോൾ കാട്ടാളനെ മനുഷ്യനാക്കി, മനുഷ്യനേക്കാൾ ഉന്നതനാക്കി, മഹാകവിയാക്കി, ആദികവിയാക്കി, ഋഷിയാക്കി, ഈശ്വര തുല്യനാക്കി മാറ്റി രാമനാമത്തിലൂടെ. ഏതെങ്കിലും ഒരു നാമം, ഏതോ ആളുടെ, ഏത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെ എന്തെങ്കിലും ഒരു നാമത്തിൽ, നന്മയുടെ ചിന്ത കിട്ടുന്ന ഒരു നാമത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള മാറ്റം. ധാരം മാറി. അതുകൊണ്ടാണ് അദ്ദേഹം ഒക്കെ ഒഴിവാക്കിയില്ലേ.
വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇഷ്ടംപോലെ. ഞാൻ രാമായണം വായിച്ചതിനേക്കാൾ വായിച്ച ആളുകളോട് ഇരിക്കുന്നത്. എനിക്ക് രാമായണം അറിയില്ല കേട്ടോ. പക്ഷേ രാമായണത്തിന്റെ ആദ്യ ശ്ലോകം എന്ന് പറയുന്നത് 2 ക്രൗഞ്ചങ്ങളിൽ ഒന്നിനെ ഏതോ കാട്ടാളൻ ഏതു വീഴ്ത്തുന്ന സമയത്ത് അത് കണ്ട് പിടഞ്ഞ ഈ പഴയ രത്നാകരനായ കാട്ടാളനായ വേടനായ കാടനായിരുന്നവന്റെ മാറ്റത്തിൽ നിന്ന് അവൻ ചൊല്ലിയ മാ നിഷാദ പ്രതിഷ്ഠാന്തോ മഗമശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാത് ഏകമവധി കാമമോഹിതമോ. വെറും ആഗ്രഹങ്ങൾ, കാമം, തൻ്റെ സുഖങ്ങൾ മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവന്റെ വേദന അറിയാത്ത നിന്റെ ആ മനസ്സുണ്ടല്ലോ നശിച്ചു പോകണം. ഇത് നശിച്ചാലേ ലോകം നന്നാവും. അപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് എനർജിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈശ്വരനൊക്കെ നമ്മളിലല്ലേ ഉള്ളത്. നമ്മുടെ ക്രിയേറ്റീവ് എനർജി ഉന്മിഷിത്താവും. ബ്രഹ്മാവ് ഇതാണ് നല്ലത്. അപ്പൊ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളോട് നമ്മൾ തന്നെ പറയും ഇതേ വഴിക്ക് പോകൂ. അങ്ങനെ പോയപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് നടന്നു. നാരദരോട് ചോദിച്ച് കോനസ്മിൻ സമ്പ്രദം ലോകെ ഗുണവാൻ കശ്ചവീരവാൻ, ആരാണ് ലോകത്തിൽ ഏറ്റവും നല്ല ഗുണമുള്ളവൻ? ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളുടെ കഥ എഴുതാൻ. അപ്പോഴാണ് മഹർഷി പറഞ്ഞത്, നാരദര് പറഞ്ഞത്, രാമൻ എന്ന ഒരു ഇക്ഷ്വാകു വംശജനായ മനുഷ്യനുണ്ട് ജീവിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുക. ഓ, അയാളുടെ നാമമാണല്ലോ സപ്തർഷികൾ എന്നോട് പറഞ്ഞു തന്നത്. രാമ 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 രാമ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളുണ്ട്. നിങ്ങൾ ആലോചിക്കാനാണ് ലാസ്റ്റ് ഞാൻ അവരുടെ പേര് പറയാം. രാമനാമം ജപിച്ചിട്ട് വിക്കില്ലാതായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളുണ്ട്. കേരളീയൻ തന്നെയാണ്, മലയാളി തന്നെയാണ്. ആ രാമനാമം ജപിച്ചിട്ടാണ് തൻ്റെ മനസ്സ് മാറി, ശബ്ദം മാറി, ഭാഷ മാറി, അറിവ് മാറി, സാഹിത്യ ബന്ധങ്ങൾ മനസ്സിലായി, കേവല വ്യാകരണമോ ഭാഷയോ സാഹിത്യമോ എന്നല്ലാതെ സംസ്കാരത്തിലേക്ക് പോയി. ഈ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് എന്ന് കണ്ടെത്തിയ ഒരാളെയാണ് നമ്മൾ ഭാഷാപിതാവ് എന്ന് വിളിച്ചത്. അയാളാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എന്തിനാ നമ്മളൊരാളെ അച്ചാച്ചാന്ന് വിളിക്കുന്നത്? നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയാണ്. അമ്മ പറഞ്ഞു തരുന്നതാണ് അച്ഛൻ. ഇപ്പോഴല്ല, ഇപ്പോൾ DNA ടെസ്റ്റാണ്. അതിൻ്റെ ആ സയൻസ് അല്ല. അച്ഛൻ എന്ന് പറയുന്നത് സയൻസ് അല്ല, അമ്മ എന്ന് പറയുന്നത് സയൻസ് അല്ല, അത് സംസ്കാരമാണ്. ഇന്ന് നമുക്കെല്ലാം ശാസ്ത്രമാണ്. നോക്കുക, സംസ്കാരം പോയിട്ടുള്ള സയൻസിനെ കുറിച്ച്. ആ അച്ഛനെ അച്ഛ എന്ന് വിളിച്ചപ്പോ കേവലം ഭാഷയല്ല എഴുത്തച്ഛൻ്റെ, വ്യാകരണമല്ല, സാഹിത്യമല്ല, എഴുത്തച്ഛൻ്റെ സംസ്കാരം നമുക്ക് പ്രദാനം ചെയ്ത മനസ്ഥിതി ഉള്ളത് കൊണ്ട് നമ്മൾ എഴുത്തച്ഛനെ, അല്ലെങ്കിൽ രാമാനുജൻ അല്ലേ, അയാളുടെ പേര് പോലും നമുക്കറിയില്ല. അഗ്രജൻ മമ സദാം വിദുഷനാം അഗ്രേസരൻ രാമായണത്തിലുണ്ട്. മൽ ഗുരുനാഥൻ രാമനാമാചാര്യനും എന്ന് പറയുന്ന ഭാഗമുണ്ട്. എൻ്റെ ജ്യേഷ്ഠനായിട്ട്, എൻ്റെ ഗുരുവായിട്ട് രാമൻ എന്ന പേരോട് കൂടിയ ഒരാളുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹത്തിന് ഞാൻ നമിക്കുന്നു, ആദ്യ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ആ രാമൻ്റെ അനുജൻ രാമാനുജൻ എഴുത്തച്ഛൻ. അങ്ങനെയാണ് ഗുണ്ടർട്ടും അതേപോലെയുള്ള ഭാഷാ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ എഴുത്തച്ഛൻ അങ്ങനെ ഒരു പേര് കൊടുത്തു. എഴുത്തച്ഛൻ്റെ പേര് നമുക്ക് പറഞ്ഞത് പേരിൽ എന്തിരിക്കുന്നു അല്ലേ? ഒരു കാര്യമില്ല. പെട്ടെന്ന് പറഞ്ഞു വന്നവരെ ഈ മാഷിനെ പ്രബോധം എന്ന് പറയുന്നത് പകരം പ്രഭാകരൻ മാഷ് എന്ന് പറഞ്ഞു ഒരു വിഷയവും ഇല്ല. കാരണം തിരിച്ചറിയേണ്ടത് പേരിലാണ് നമ്മൾ പറയാറുണ്ടെങ്കിലും പേരിന് അപ്പുറത്തേക്ക് തിരിച്ചറിയപ്പെടുമ്പോഴാണല്ലോ തിരിച്ചറിയലുണ്ടാവുന്നത്. കടലനിട്ട എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് നമുക്കറിയില്ല ചിലപ്പം പലർക്കും. രാമകൃഷ്ണൻ എന്നാണ് പേര്. തകഴി ശിവശങ്കരപിള്ളയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു. ആ പ്രദേശത്തിൻ്റെതായിട്ട് അയാൾ മാറുകയാണ്. അപ്പോൾ പേരിലല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. ആ പേരിലെന്തിരിക്കുന്നു എന്ന് ചില ചിന്തകന്മാരൊക്കെ പറയുന്നു. എഴുത്തച്ഛൻ അതറിയാം, എഴുത്തച്ഛൻ അറിയാം. എഴുത്തച്ഛൻ ഇന്നത്തെ രീതിയിലുള്ള പഠനങ്ങളും ചിന്തകളും ഒന്നുമില്ല. എഴുത്തച്ഛൻ പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ രാമായണം ഞാൻ എഴുതുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് രാമായണത്തിൻ്റെ കഥ പറയുന്നത് ബ്രഹ്മാവാണ്. 100 കോടി ഗ്രന്ഥമുണ്ട് എന്നാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പറയുന്നത് അല്ലേ? രാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥങ്ങളുണ്ടിൽ അത് ഭൂമി തന്നിൽ. ഇന്ന് ഭൂമിയിലില്ല.
രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നവതരിച്ചിതു. ധാത കണ്ടു ധാത. നമ്മുടെ ധ്യാനരാമായണമെങ്കിൽ കേട്ടുള്ള അത്ഭുതമാണ്. രാമ 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 3 മാസം നിരന്തരം സന്ധ്യക്കിരുത്തിയിട്ട് കൊഞ്ഞ് വിക്ക് തുടങ്ങിയിട്ടുള്ള അപശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന കുട്ടികളെ രാമനാമം ജപിപ്പിച്ചു നോക്കൂ. അവരുടെ സ്റ്റട്ടറിങ് സ്റ്റാമറിങ് ഒക്കെ മാറും. ഈ രാമായണം ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമായ രാമന്റെ കഥയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി മഹർഷി പറയുന്നത് ആരുടെ വാക്കായിട്ടാണെന്നറിയോ? മാരീചന്റെ വാക്കായിട്ടാണ്. രാവണന്റെ മാമനായ വേഷപ്രച്ഛന്നനായ മാരീചൻ, അദ്ദേഹത്തിനെ കാണാൻ രാവണൻ ചെല്ലുന്ന സമയത്ത്, രാവണൻ എന്തിനാ പോയെന്ന് അറിയാലോ, കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ചെന്നപ്പോ ആ മാരീചൻ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് രാമ 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 ജപിച്ചിരിക്കുകയാണ്. മാരീചനെ കാണാൻ പോയ മാരീച രാവണ സംവാദം നോക്കി അറിയാം. അപ്പൊ തന്നെ രാവണൻ ഇതെന്തൊരു വേഷം അല്ലേ. നമ്മുടെ അമ്പലത്തിൽ വന്ന് കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുരിയൊക്കെ തൊട്ട് പിന്നെ തുളസി പൂവും ചെമ്പരത്തിപ്പൂവൊക്കെ തലയിലും ചെവിയിലും ഒക്കെ വെച്ച് പോകുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞ ഇടക്കാലത്ത് അവനിപ്പോൾ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കലാണ് വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു? കേരളത്തിൽ അവന് ഭ്രാന്താണെന്ന്. ഇപ്പം അവരൊക്കെ രാമായണം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഭ്രാന്തന്മാർ മൊത്തം രാമായണം വായിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ രാമ ശബ്ദത്തിലുള്ള നന്മയെക്കുറിച്ച് വീണ്ടും വീണ്ടും അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന മാരീചനെ അനന്തരവൻ കണ്ടു. എന്നിട്ട് പറഞ്ഞു, മാമ കാട്ടിലൊരു കുടുംബം വന്നിട്ടുണ്ട്. ആ കുടുംബം എങ്ങനെയെത്തിയത്? അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ച് കാട്ടിലേക്ക് വന്നതാണ്. അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ച് കാട്ടിലേക്ക് 14 വർഷം ഇറങ്ങാൻ പോകുന്ന രാമനോട് ലക്ഷ്മണൻ പറയുന്ന കാര്യം അറിയോ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം കൃപാഹീനം. കൃപയില്ലാത്തവനാണ്, ഒരു നന്ദിയുമില്ലാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണ്. അച്ഛനെ കുറിച്ച് പറയാം, അതിനെ കുറിച്ച് പറയാം. പ്രാന്തനാണ്, പ്രാന്തൻ. അച്ഛൻ പ്രാന്തനാ ചേട്ടാ. ജഡം ശവമാണ്, അവൻ ശവമാണ്. വധൂജിതം പ്രേങ്കോപനാണ്. ചേത്തരാമൻ കിളിപ്പാട്ടുള്ളതാണ്, ഞാൻ പറയുന്നില്ല കേട്ടോ. വധൂജിതം ശാന്തേതരം, ഒരു തരത്തിലും മനസ്സ് സ്വസ്ഥതയില്ലാത്തവനാണ്, അസ്വസ്ഥനാണ്. ഇവനാണ് നമ്മളെ കാട്ടിലേക്ക് വിടുന്നത് എന്ന് പറഞ്ഞപ്പോൾ, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. വത്സാന്ന് വിളിച്ചത് ഉണ്ടായിത്തരാമെന്നില്ല, അങ്ങനെ പറയോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൗൺസിലേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന സപ്തർഷി, 7 ഋഷിമാരാണ് ലോകത്തിലെ ആദ്യത്തെ കൗൺസിലർമാര്. അവരാണല്ലോ കാട്ടാളനെ നല്ല മനുഷ്യനാക്കിയത്. കൗൺസിലിങ്ങിന്റെ തുടക്കം ആവുന്നതാണോ? സൈക്കോതെറാപ്പിസ്റ്റുകളാണ്. ഡിഗ്രി ഡിപ്ലോമ ഒന്നുമില്ല. രണ്ടാമത് രാമനാണ്, ഒരു കൗൺസിലിംഗ് നടത്തുകയാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ, നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മം. മോട്ടിവേറ്റ് ചെയ്യാണ്. നീ ഗംഭീരനാണ്, നീ ഉഗ്രനാണ്, നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം, എന്നെ നിനക്കറിയുന്നത് പോലെ വേറെ ആർക്കാണ് അറിയുക എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയിട്ട് അല്ലേ. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. കുറെ വിട്ടിട്ടാ ഞാൻ പറഞ്ഞത്. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. വേദത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ മക്കള്, നിങ്ങളെ വീട്, നിങ്ങളെ പശു, നിങ്ങളെ കിണ്ടി, നിങ്ങളെ കോളാമ്പി, നിങ്ങളെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും കഥയില്ല മക്കളെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ധാരാഹിമേമെ തനയാസ്തിമേമെ ഗൃഹാഹിമേമെ പശവസ്തിമേമെ. ധാര എന്ന് പറയുന്ന ഭാര്യ, ധാരം. തനയാസ്തി എൻ്റെ കുട്ടികളാണ്, എൻ്റെ മക്കളാണ്. ഗൃഹായിമേ എന്റെ വീടാണ്. പശവസ്തിനേമേ ഒരൊറ്റ ഭൂമി ഉലുക്കം വന്നാൽ മതി, തീർന്നു. ധാര, തനയ, ഗൃഹ, പശ, എല്ലാ പശയൊട്ടിച്ചതും പോയി അല്ലേ. ബന്ധങ്ങളിൽ എന്തിനാണ്? പന്തറ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി യോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നിങ്ങൾ വീട്ടിൽ കുടുംബമായിട്ട് നാട്ടിൽ നാട്ടുകാരായിട്ട്
ബന്ധുക്കളായിട്ട്, സ്വന്തക്കാരായിട്ട്, ശത്രുക്കളായിട്ട്, അല്ലേ? ക്രിസ്ത്യാനി മുസ്ലിമിൻ്റെ ശത്രു, മുസ്ലിം ഹിന്ദുവിൻ്റെ ശത്രു, എൻ്റെ ചേട്ടൻ എൻ്റെ ശത്രു, പെങ്ങൾ എൻ്റെ ശത്രു, ഞാൻ മറ്റവൻ്റെ ശത്രു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നില്ലേ? പന്തറവഴിയമ്പലം തന്നില് താന്തരായി കൂടി വിയോഗം. ഒരു പഴിയമ്പലത്തിൽ ഏത് സന്ധിക്ക് ഒന്ന് കൂടും, നേരം വെളുക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും. ഒന്ന് വിശ്രമിക്കാൻ കൂടിയതാണ്. ഒരു വിശ്രമം മാത്രമാണ് നമ്മുടെ ബന്ധങ്ങൾ, അല്ലേ? നര ജര പുര 3 വെല്ലടിക്കും. ആദ്യം നര വരും, അതിൽ വലിയ താല്പര്യമില്ലാത്തൊരു കറുപ്പടിക്കും, അല്ലെ ചുവപ്പടിക്കും, അല്ലെ മഞ്ഞടിക്കും. നര മറച്ചു വെക്കാൻ, ഇല്ലേ? വെളുപ്പിനോട് ഭയങ്കര താല്പര്യമുള്ളവർ പോലും നര കാണുമ്പോഴത്തേക്ക് അത് കറുപ്പിനോട് താല്പര്യമായിട്ട് മാത്രമാണ്. എന്താ അല്ലേ? കറുത്തവൻ ജനിച്ചാൽ തള്ളയ്ക്ക് പോലും കണ്ടുകൂടാന്ന് പറഞ്ഞവരും നര കറുപ്പിച്ചിട്ട് നടക്കുന്നതേ. അപ്പൊ കറുപ്പിന് താല്പര്യമുണ്ടോ? ജര, നര കഴിഞ്ഞാൽ ജര, രണ്ടാമത്തെ വില്ലടിക്കും നിർത്താനായിട്ട് പോലെ. ജരയും കണ്ടില്ലല്ലേ? ചുപ്പിച്ചുളിഞ്ഞ കൊര. ഇടയ്ക്ക് കണ്ണാടിയെ പോലും നോക്കുക, പിങ്കള നോക്കിയാൽ മതി, നല്ലതാ. അതിനാണ് ഈ സിഗ്നൽസ് എല്ലാം. ഇല്ലേ? നമുക്ക് നമ്മളെ പിടികിട്ടൂല. ഞാൻ നരച്ചോ, ഞാൻ ജരച്ചോ, ഞാൻ കുറച്ചോ എന്ന് മനസ്സിലാവില്ല. മനസ്സിലാകുമ്പോൾ കുറച്ച് മാറും. അതാണ് പറഞ്ഞത്, നമ്മളെല്ലാം ഒത്തുകൂടും, എങ്ങോട്ടെങ്കിലും പിരിഞ്ഞു പോകും. കണ്ടോ പാവം, എത്ര മനുഷ്യരാണ് ആ വയനാട്ടിൽ 2 വർഷം 3 വർഷം മുൻപ് ആ പെട്ടിമുടിയിൽ, പുത്തുമലയിൽ, അതിൻ്റെ ഇങ്ങേ ഭാഗമാണ് ഈ ചൂരൽമലയും ഒക്കെ കിടക്കുന്നത്. അവിടെ എത്ര ആളുകൾ ഒലിച്ച് എവിടെയാണ് എത്തിയത്? 100 കണക്കിന് ആളുകൾ, കൈകാലുകൾ മാത്രം, തല മാത്രം. മനുഷ്യരാണോ എന്നറിഞ്ഞുകൂടാ. ജന്തുക്കൾ വർത്തിച്ചു കാത്തിച്ചു പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോകില്ലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇതൊക്കെ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. സ്കൂളിൽ പോയവനൊക്കെ തോറ്റ്, പോവാത്തവരും ജയിച്ചു. സ്കൂൾ കുട്ടികൾ പഠിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളാരും സ്കൂളിൽ പോവുകയല്ലോ, റിട്ടയർമെൻറ്റും ആയില്ലേ പല മാഷന്മാർക്കും ടീച്ചർമാർക്കൊക്കെ. സ്കൂളിൽ പോയവരൊക്കെ നല്ല വിവരമുള്ളവരായിരുന്നു. പക്ഷേ സ്കൂളിൽ പോവാത്ത എഴുത്തച്ഛനും 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അമൃതാനന്ദമയ്ക്ക് ഒന്നും തീരെ വിവരമില്ല എന്നുള്ളതാണ്. പക്ഷെ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കട്ടിച്ചു പോകില്ല, അല്ലേ? ദേഹം നിമിത്ത മഹബുദ്ധി കൈകൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അദ്യോഹം എന്നാമ്രേടിതം കലർന്നിടും ദശാന്തരേ. എന്നിട്ട് പറഞ്ഞ ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു. എന്റെ ശരീരം കൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നായരാണ്, ഞാൻ തീയനാണ്, ഞാൻ മറ്റവനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ കറുത്തവനാണ്, വെളുത്തവനാണ്, ഉള്ളവനാണ്, എന്നോട് കളിക്കണ്ട, അല്ലേ? ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകില്ല. ഇടയ്ക്ക് അതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ വെറുതെ നടന്നു പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴേ വല്ലാണ്ട് ഞെളിഞ്ഞു പോകുന്നവരുടെ അടുത്തെത്തുന്നത് ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകില്ല, വെറുതുവണ്ണീറായി ചമഞ്ഞു പോയില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനേ ചാലക്കുടി ഇങ്ങനെ ബൈപ്പാസിൽ കാർ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ സിഗ്നൽ കണ്ട് നിർത്തിയതാണ്. അപ്പോൾ തൊട്ട് മുന്നിലുള്ള കാറിൻ്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃദ്ധാണ്. അങ്ങനെയുണ്ടോ? ഇത് ഏതിലത്തെ വരികളാണെന്നറിയാലോ? ഏതില? ജ്ഞാനപ്പാനയിലല്ലേ? അമ്മമാർക്കറിയാം. ജ്ഞാനപ്പാനയ്ക്ക് ഇങ്ങനെ ഒരു ഉപകാരമുണ്ടോ? പറന്നടിച്ച് പോകണ്ട മോനെ, ഡിവൈഡറിന്റെ മുകളിലൊക്കെ കയറിയിട്ട് തലകുത്തി കൂടി ചത്തു. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃദ്ധ. പലതിനും വേണ്ടി മത്സരിക്കുകയാണ് ജ്യേഷ്ഠാഞ്ജന്മാര്, സുഹൃത്തുക്കൾ. തല്ലിക്കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു. ഇപ്പം അതിന് ധാരാളം സൗകര്യങ്ങളുണ്ട്. കഞ്ചാവ് കഴിഞ്ഞു, ചരസ് കഴിഞ്ഞു, ഭംഗ് കഴിഞ്ഞു, ഹാഷിഷ് കഴിഞ്ഞു, ബ്രൗൺ ഷുഗർ കഴിഞ്ഞു, ഇപ്പം MDMA ഇതൊക്കെ സാധനമൊന്നും എനിക്കറിഞ്ഞൂടെ. എല്ലാവരും അതിനെ സുഖം തേടി പോകുന്നു. സുഖം ക്ഷോണീയ നാഗമാക്കാൻ വീതസ്സു സൃഷ്ടിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്ന് തെരഞ്ഞു തന്നെ ആയുഷ് പോക്കുന്നു ഹതാശർ നമ്മൾ. ഉള്ളൂരിലെ കവിതയാണ്, അല്ലേ? സുഖം കൈവശമുള്ള വസ്തു കാന്താരനെങ്ങും തിരയുന്നു നമ്മൾ, സുഖം പ്രാപകം ഈ പ്രപഞ്ചം പാഥേയമാക്കുന്ന പരോപകാരം. അവസാന ഭാഗത്ത് അദ്ദേഹം പറയാം, സുഖം കൈവശമുള്ള വസ്തു. മനുഷ്യ, നിന്റെ കയ്യിലിരിപ്പിലാണ് സുഖമുള്ളത്. നിന്റെ കയ്യിലിരിപ്പ് നല്ല കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗോവിന്ദ. നിങ്ങളുടെ കയ്യിലാണ് ഈശ്വരനൊക്കെ ഉള്ളത്. അതിനെ നന്നാക്കി കൊണ്ടുവരുന്ന കയ്യിലിരിപ്പ് നന്നായാൽ എല്ലാ സുഖവും ഉണ്ടാകും. ദേവന്മാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകും. ഇത് പഠിക്കുന്നുണ്ടോ? ഇത് പഠിപ്പിക്കാനാണ് രാമായണം കൊണ്ട് വന്നത്. അത് പഠിച്ച ഒരാളെ കുറിച്ചും പറഞ്ഞ് നമുക്ക് നിർത്താം.
രാമനെ കുറിച്ച് ഒന്നും പഠിക്കണ്ട, ഞാൻ പറയാണ്. മാരീചനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. രാവണൻ പറയുന്നുണ്ട് രാമനെ കുറിച്ച്. സീതയെ തട്ടിക്കൊണ്ടു വന്നിട്ട് തൻ്റെ നാട്ടില് വീട്ടില് കൊട്ടാരത്തിനരികിൽ ഇരുത്തിയിട്ട് സീതയോട് പല പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ചാമ്പുന്നുണ്ട്. സീത അനങ്ങുന്നില്ല, കോട്ടയും നോക്കാതിരിക്കുകയാണ്. 3 മണി മുന്നോട്ട് താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, നിന്റെ രാമൻ എന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠനാണ്, അത്രയ്ക്ക് സോഷ്യലിസ്റ്റാണ്, വായിച്ചു നോക്ക ഭാഗം, അത്ര അറിവുള്ളവനാണ്, ധർമ്മിഷ്ഠനാണ്. നിന്നെയും ഒരു വൃത്തികെട്ട സ്ത്രീയെയും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ കാണാൻ കഴിവുള്ള പകുതിയെയും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തിയിടിൽ അവനില്ല ഭേദം പ്രിയേ. അപ്പൊ രാമൻ ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമാണ്, അറിവുള്ളവനാണ്, നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത 2 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണത്? മാരീചനും രാവണനാണ്. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വേണോ? ഒരു ആവശ്യമില്ല. ഏറ്റവും വലിയ കള്ളന്മാരാണ്, ദുഷ്ടന്മാരാണ് രാമന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ആ രാമന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഹനുമാൻ. ഹനുമാനെ മാത്രം പഠിച്ചാൽ മതി. രാമനെ പഠിക്കണ്ട, രാവണനെയും പഠിക്കണ്ട, മാരീചനെയും പഠിക്കണ്ട, മനുഷ്യരൂപത്തിലുള്ള അല്ലാത്ത ഹനുമാനെ പഠിച്ചാൽ മതി. സുന്ദരമായ കാണ്ഡം, സുന്ദരകാന്ഡം, സുന്ദരന്റെ കാണ്ഡം, സുന്ദരകാന്ഡം. സുന്ദരൻ എന്ന് പറഞ്ഞാൽ കുറയുന്ന ലവണ ജലനിധി ശതക യോജന വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുതാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരുടെ അമിതബല സഹിതമുര ചെയ്തു. ഇത് കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ചപല മമ്പരേ മാനേന പോകുന്നിതാ ശരീശാലയെ അജതനയ തനയ ശരസമധിക സാഹസാലതയോ പശ്യാമി രാമപത്നീമഹം. അഖില ജഗത് അധിപനോട് വീരവോട് അറിയിക്കമിങ് അദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. വ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവോട് കടക്കുമജ്ജമ്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. ഞാൻ രാമന്റെ ദൂതനാണ്. ഞാൻ സീതയെ അന്വേഷിക്കാൻ പോവുകയാണ്. ശരിയെ, സത്യത്തിനെ, ധർമ്മത്തിനെ, നന്മയെ, സ്നേഹത്തിനെ. രാമന്മാർ അനേകമുണ്ടാവാം, എന്നാൽ സീത അതൊന്നു മാത്രമേ ഉണ്ടാവൂ. ക്ഷമ മാത്രം, ദുഃഖം മാത്രമായിട്ട് ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കുഞ്ഞിന്റെയും പൂജാപാത്രമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് ആശാന്റെ സീതാകാവ്യത്തിൽ സുകുമാർ അഴീക്കോട് സാറ് കുറിച്ചു കിട്ടുന്നുണ്ട്. ആ സീതയെ കാണാൻ പോവാണ് ഞാൻ. എങ്ങനെയാണ്? 100 യോജന വിസ്തൃതമായ ഈ സാഗരം ചാടിയിട്ട് ആ ചാടാൻ പോകുമ്പോൾ പറയാണ്, മനുജ പരിവരുടെ ചരണ അലിനയുഗതം മുതാമാണ്. ഞാൻ ആദ്യം ഈശ്വരനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. കൊരങ്ങൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. എന്ത് കർമ്മം തുടങ്ങുമ്പോഴും കൊരങ്ങൻ ചെയ്യുന്ന കാര്യം ഈശ്വര ധ്യാനമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. രണ്ടാമത് പറയുന്നത് മമ ജനക സദൃശൻ, അച്ഛനെ കുറിച്ച് ആലോചിച്ചു. കണ്ടോ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അമ്മയെ കുറിച്ച്, അച്ഛനെ കുറിച്ച്, അതിനു മുൻപ് ഈശ്വരനെ കുറിച്ച് ധ്യാനിക്കുന്ന സംസ്കാരം കുരങ്ങനിൽ നിന്നെങ്കിലും നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ. പിന്നെ പറയാണ് അജതനയ ശരസമം, അജന്റെ മകനായ ദശരഥന്റെ മകന്റെ ശരം പോലെ ഞാൻ പോകും. ശരം പോകുന്നു നേരെ പോവാ, വളഞ്ഞു പോവില്ല. ഞാൻ നേരെ നേരെ വാ, എൻ്റെ സ്വഭാവം അതാണ്. അങ്ങനെ പോകുന്നവൻ പറയാണ്, എനിക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും, ഞാൻ അന്വേഷിക്കാൻ പോകുന്നതാണ്. അങ്ങനെ പോകുന്ന പോക്കിൽ 2-3 ഘട്ടങ്ങളുണ്ട്. മൈനാക പർവ്വതം വരുന്നു, സുരസ വരുന്നു, അല്ലേ? പിന്നെ സിംഹിക, ഛായാഗ്രഹണി എന്ന് പറയുന്ന സിംഹിക വരുന്നു. പിന്നെ ദേവിയുടെ, ധനദേവിയുടെ, സമ്പദ്ദേവിയുടെ ഉടലെടുത്ത രൂപം തന്നെ വരുന്നു, ലക്ഷ്മി ഭഗവതി. ഇതിനൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഹനുമാൻ അതിജീവിക്കുന്നതെന്നറിയാം. ഇന്ന് സുരസ വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കുറച്ചിട്ട് പോകല്ലേ അല്ലേ? ഈ കേരളത്തിൽ സുരസ എന്നുള്ള അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞൊരു സ്ത്രീയുടെ പേര് കിട്ടും കേട്ടോ. ഏതാണെന്ന് ആലോചിച്ചോക്കണം. ആ സുരസേൻ്റെ വായിൽ പലരും കുടുങ്ങിപ്പോയി. ഹനുമാൻ കുടുങ്ങിയില്ല. ഹനുമാൻ വലുതായി സുരസ വലുതായി, ഹനുമാൻ വലുതായി സുരസ വലുതായി, ഹനുമാൻ വലുതായി സുരസ വലുതായി. ഹനുമാൻ ചെറുതായി, സുരസയ്ക്ക് ചെറുതാവാൻ പറ്റിയില്ല. ആർക്കാണോ ചെറുതാവാൻ പറ്റുക അവനുള്ളതാണ് ലക്ഷ്യം. ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന തലമുറയെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ലളിതമാവാൻ പഠിക്കുക.
നിങ്ങൾ സരളമാവാൻ പഠിക്കുക, മറ്റുള്ളവരോട് ബഹുമാനമുള്ളവരാവാൻ പഠിക്കുക, മറ്റുള്ളവരെ വണങ്ങാൻ പഠിക്കുക, നമസ്കാരം പറയാൻ പഠിക്കുക, മറ്റുള്ളവരുടെ പാദവന്ദനം ചെയ്യാൻ പഠിക്കുക. ഈ എല്ലാ സൗകര്യങ്ങളും കൊടുക്കാന്ന് പറഞ്ഞു. മൈനാക പറഞ്ഞു സന്തോഷം, ഞാൻ പോയി വരാം. നമ്മളാണെങ്കിലോ എന്നാ പിന്നെ ഇതൊക്കെ കുടിച്ച് തിന്നില്ലേ, പെട്രോളിയം ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ടാവാൻ പ്രഭാഷണം. അനുഭവം ചെയ്തില്ല. അത് കഴിഞ്ഞ് ഛായാഗ്രഹണി, അതിനിപ്പോൾ താഴെ ഛായാഗ്രഹണി പിടിച്ചു നിർത്താൻ നോക്കിയപ്പം കാലുകൊണ്ട് തൊഴിച്ചിട്ട് പോകും. നമ്മുടെയൊക്കെ ഭോഗസുഖങ്ങളുടെ പ്രതീകമാണ് നമ്മുടെ നിഴൽ എന്നാണ് മറക്കണ്ട, സിംബോളിക്കലാണ്. അങ്ങനെ ചവിട്ടിയില്ലാതാക്കിയിട്ട് ഉടലെടുത്ത രൂപമായിട്ട് ലക്ഷ്മി ദേവി തന്നെ മുന്നിൽ വന്നപ്പോൾ വാമഹസ്തേന താടിച്ചിത് കപീന്ദ്രൻ എന്നാണ്. ഇടത്തെ കൈ കൊണ്ട് ഒറ്റയെന്ന് വിളിച്ചു കൊടുത്തു. നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻപിൽ നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും, പ്രകോപനങ്ങൾ പലതും ഉണ്ടാവും. ഇതിനെയൊക്കെ നിങ്ങൾ പറ്റിച്ചിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പറ്റൂ എന്ന് ഉറപ്പിക്കുക. പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും മടിപ്പെട്ട് തൻ്റെ ലക്ഷ്യമൊക്കെ വിട്ട് എന്താണ് ഞാൻ, എന്തിനാണ് ഞാൻ, എങ്ങോട്ടാണ് ഞാൻ, എങ്ങനെയാണ് ഞാൻ എന്നറിയാതെ അലിഞ്ഞു പോകുന്ന ഈ ഭാരതത്തിൽ 142 കോടി ജനതയിൽ 23% യുവത്വമാണ്. ആ യുവതയെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഹനുമാനെ കുറിച്ച്. അങ്ങനെയുള്ളവനാണ്. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചത് ചാരു ലങ്ക ഗോപുരാഗ്രേ കവീന്ദ്രനും. ആ ഹനുമാൻ ലങ്കയുടെ ഗോപുരാഗ്രഹത്തിൽ എത്തുമ്പോൾ എല്ലാ മോശങ്ങളുടെയും നാശങ്ങളുടെയും ആ രാക്ഷസീയതയുടെയും അസ്തമയമാണ്. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചു. സൂര്യൻ അസ്തമയ പർവ്വതത്തിന്റെ മുകളിലുണ്ട്. ഈ ഈശ്വര വിചാരമുള്ള തന്റെ പൈതൃകത്തെക്കുറിച്ച്, തന്റെ ദേശീയതയെക്കുറിച്ച്, തന്റെ സംസ്കാരത്തെക്കുറിച്ച് ബോധമുള്ളവൻ എവിടെ കാലി വെച്ചാലും അവിടെ രാക്ഷസീയതയുടെ അസ്തമയമാണ്. അങ്ങനെ അസ്തമയം രാക്ഷസീയതയ്ക്ക് കൊടുക്കുന്ന യുവത്വത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ഈ രാമായണത്തിലൂടെ സാധിക്കും. ഇതാണ് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ കർക്കിടകത്തെ, ഈ എഴുത്തച്ഛനെ, ഈ ആചരണങ്ങളെ, ഈ രാമായണത്തിനെ പഠിച്ചുകൊണ്ട് ഉള്ളറിഞ്ഞ് പഠിക്കണം നമ്മൾ എന്ന് ധാരാളം പറയാണ്. രാമായണം പറഞ്ഞാൽ തീരില്ലേ. രാവണൻ അവസാനം പറയുന്നത് ഞാൻ അങ്ങയുടെ ദാസനാണ്. ഓരോ ശിരസ്സുമറുത്ത് തെറിക്കുമ്പോൾ 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും അതിൽ നിന്ന് തെറിച്ചുപോയി എന്നാണ്. അത്ര പണ്ഡിതനാണ്. പാണ്ഡിത്യം ഉണ്ടായിട്ട് കാര്യമില്ല, അറിവുണ്ടായിട്ട് കാര്യമില്ല. ധർമ്മബോധമില്ലായിരുന്നു രാവണന്. ധർമ്മചിന്ത വരുന്ന തലമുറയിൽ ഉണ്ടാവണം. എഴുത്തച്ഛൻ അതാണ് ഉദ്ദേശിച്ചത്. ഇന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ രാമായണം എന്ന് ആലോചിച്ചു നോക്ക്. ഹരിനാമ കീർത്തനം എന്ന് ആലോചിച്ചു. ഇവിടെ മാതൃസമിതി ഹരിനാമ കീർത്തനം രാമായണത്തിൽ പഠിക്കാറുണ്ട്. എങ്ങനെയാണ് ഇവിടെ എൻ്റെ പഠന സംവിധാനമുണ്ടോ? തുടങ്ങണം അല്ലേ? തുടങ്ങിയോ? നമ്മുടെ സമയമായി. തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം നമുക്കിതായിട്ടും. ഹരിനാമ കീർത്തനം ഞാൻ പറഞ്ഞാൽ തീരില്ല. നമുക്ക് മതപാഠശാലകൾ, അതായത് സാംസ്കാരിക പാഠശാല, മതമൊന്നും പറയണ്ട, സനാതന ധർമ്മ പാഠശാല എന്നോ സാംസ്കാരിക പാഠശാല എന്നോ, അതിലൂടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുൻപ് അവിടെ പഠനം സെമിനാരി സംഘത്തിൽ കൊടുക്കുന്നതിലൊന്ന് ഭഗവത്ഗീതയിലെ കർമ്മയോഗമാണ്. ഭഗവത്ഗീതയിലെ കർമ്മയോഗം പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയുടെ മാനേജ്മെന്റ് ആണ് അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകൻ. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇപ്പോൾ MBAക്ക് പഠിക്കാൻ. MBAക്കാരോ അതിനകത്തുണ്ട്. MBAക്ക് പഠിക്കാൻ ഒരു ഭാഗം അബ്രഹാം മാസ്ലോവിന്റെ നീഡ്സിനെ കുറിച്ച്, പ്രൈമറി നീഡ്സ്, പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ഭഗവത്ഗീതയിൽ വളരെ ഭംഗിയായിട്ട് പറയും. അപ്പൊ ആ 700 ശ്ലോകങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ചിന്തയെ, ചർച്ചയെ, അതിൻ്റെ ആന്തരിക തലങ്ങളെ നമ്മുടെ വരും തലമുറയെ പഠിപ്പിക്കാൻ പറ്റിയ മാതൃസമിതി നമ്മുടെ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ മാതൃസമിതികളുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഒരു 20-25 വർഷം മുൻപ് ഇവിടെ ഉള്ളതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇവിടെ നമ്മുടെ നാടിന് വരാൻ തന്നെ കാരണം കൃത്യമാണ്. വെറുതെ പറയുന്നൊന്നുമല്ല. നമ്മുടെ ഈ 2-3 ക്ഷേത്രങ്ങൾ നന്നായാണ്. ഏതെല്ലാം നാട്ടിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങൾ നന്നായതിനു ശേഷമാണ്
എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഈ ക്ഷേത്രത്തിന്റെ സാരഥികളായിട്ട് മാറിയെന്ന് ആലോചിച്ചു. നമ്മുടെ ഒരു സുഹൃതമാണ്, ജന്മജന്മാന്തര സുഹൃതം. ജന്മത്തിനെ കുറിച്ചും ജന്മാന്തരത്തിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല. ഈ അധ്യാത്മരാമായണത്തിൽ തന്നെ 3 സ്ഥലത്ത് ലക്ഷ്മണനോട് ചില കാര്യങ്ങൾ, ലക്ഷ്മണോപദേശം ലക്ഷ്മണനുള്ള ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം, ജന്മാന്തര ബന്ധമൊക്കെ അതിനകത്തുണ്ട്. ആ ജന്മാന്തരത്തെ കുറിച്ച് തന്നെ പറയണമെങ്കിൽ മാസങ്ങളോളം എടുക്കും. ശരിക്കും നമ്മൾ ജനിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ ഇല്ല. യഥശ്ശി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യജ. ഇത് വിചാരിക്കും നമ്മളൊക്കെ ചത്തുപോകുന്നതാണോ എന്ന് വിചാരിക്കുന്നോ? ചാവുന്നില്ല. മരണം ഭയമാണോ? മരണം ദുഃഖമാണോ? രോഗം ദുഃഖമാണോ? എന്താ ചേച്ചി, മരണത്തെ പേടിയുണ്ടോ? 70-75 വയസ്സായ ഒരു വല്യമ്മ മുത്തശ്ശി വന്നിട്ട് എന്നിങ്ങനെ, ഭഗവാനെ എന്നെ അങ്ങ് എടുത്തൂടെ, എന്തിനാ അങ്ങനെ എടുത്തത് എന്നൊക്കെ പറയും. അപ്പം മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരിക മുപ്പത്തി. അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ കുസൃതി ഉണ്ടായിരുന്നു. മോളമായി അന്ന് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഇട്ടാണ്. ഓരോ ദിവസം പറഞ്ഞു, ഞാൻ ഇല്ല ചേച്ചിയെ കുട്ടിക്കുന്നതാണ്. എന്നിട്ട് ഓനൊരു കാർബോർഡ് കൊണ്ടൊരു പിന്നെ മൈക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൻ്റെ അടി ഒളിച്ചു കുത്തില്ല. ആടെ ഒളിച്ചു കുത്തിലുണ്ട്. ഈ മുത്തശ്ശി വന്നിട്ട്, ഭഗവാനെ ഞാൻ എടുത്തോളേ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എടുത്തോളാം അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ. മുമ്പ് പറയും നേരത്തെ അങ്ങ് ചാവണം, നേരത്തെ അങ്ങ് പോകണം അല്ലെ. ചില ആൾക്കാരെ അസുഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഞാനൊക്കെ അച്ഛ കിടക്കൂലട്ടോ, ഞാനച്ഛ പോയി ചപ്പാളെന്ന് അറിയും. ജന്മത്ത് ചാവൂല നമ്മള്. അന്നേരം കണ്ണും കാണില്ല, കാലും ചോദിക്കും, അല്ല തേങ്ങയാണോ വീണത്, മട്ടലാണോ വീണത്, അന്ന് പോകണ്ട, ഞാനെടുത്തോ, വേണ്ട ഞാൻ പോയിക്കോട്ടെ പറഞ്ഞ അടുത്ത തേങ്ങ വീണ് അയാൾ ചാവും. 90 വയസ്സായാലും മക്കൾക്ക് എഴുതി കൊടുക്കരുത് കേട്ടോ. നമ്മളോട് ഇങ്ങനെ കണ്ണ് കാണാണ്ട് തക്കുക. എന്തിനാ ഇതൊക്കെ ഗീത പഠിക്കണം, രാമായണം പഠിക്കണം. എല്ലാം നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് അല്ലേ സുഹൃതം. ഞാൻ പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, മറ്റേ ഇവന്റെ ഒരു ദിലീപനൊരു എന്തോ ഒരാളെ കൊന്നതിന്റെ പകരമായിട്ട് പിടിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ ഈ തൃശ്ശൂർക്കാരനായിട്ടുള്ള ചണ്ടമാത്ര സിനിമക്കാരനില്ലേ, എന്താ അങ്ങനെയാണ് അത്. സുഹൃതല്ല, വേറെന്തോ സിനിമയാണ്. എന്നിട്ട് പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തമിഴ് പോലീസാ പിടിക്കാൻ പറ്റും. അതിർത്തിയിലെത്തുമ്പോൾ പറയുന്നുണ്ട് വെറുതെ വിടുക എന്ന് പറയുന്നുണ്ട്. മുരളിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ചോദിക്കും എന്തോ സാറെന്ന് വയ്ക്കും, പറയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴല്ലേ അതിനൊരു അർത്ഥം ഉണ്ടാവും. ഞാൻ സിനിമ എനിക്ക് പറയും പണ്ട് കാലം പിടിക്കുന്നതാണ് അല്ലേ. എല്ലാം നേടിയവന് ദുഃഖമാണ്, വഴിയിൽ കനമുള്ളവന് വഴിയിൽ ഭയമുണ്ടാവും. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് കനമില്ലാത്തതിനെ കൊണ്ട് വേറെ എവിടെയും കടന്നു കൊടുക്കാം. ഇവണാശ്ശേരിയിൽ ഞാൻ കിടന്നുറങ്ങാത്ത വീടുകളിൽ ഉജേഷിൻ്റെ ഒക്കെ അമ്മ കുത്തിരിക്കുന്നവരുണ്ട്, ചേച്ചി കുത്തിരിക്കും, മാഷ് കുത്തിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന വീടുകളാണ് ഈ നാട്ടിലെ മുഴുവൻ. ഞാൻ പോയ സ്ഥലത്തൊക്കെ ഉള്ളത് ജ്യോതിഷൊക്കെ അവിടെ കുത്തിരിക്കുന്നു. എപ്പോഴാണ് ഏതൊക്കെ കാലത്താണ് കിടന്നുറങ്ങി ചേർന്നുണ്ടാകും. ഭഗവാൻ കൃഷ്ണന്റെ രീതി ഏതാന്ന് പറയുന്നത്, സ്വസ്ഥതയില്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. മറിച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടില്ലാത്തവനാണ്. അവൻ്റെ ലോകം മുഴുവൻ വീടാണ്. സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോഴും ലോകം മുഴുവൻ നടക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാവണം, സമ്പർക്കം നടക്കണം, പഠനങ്ങൾ നടക്കണം. വെറും കരിമരുന്ന് പ്രയോഗവും ആലിരുന്ന ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും കുറേശ്ശെങ്കിലും മാറ്റി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹരഹര ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ വയനാട്ടിൽ ഒരു 300 അമ്മമാരെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയായിട്ട് വന്നൊന്നുമില്ല, പക്ഷെ രജിസ്റ്റേർഡ് ആയിട്ട് അവർ തന്നെ 300 അമ്മമാരുടെ മാതൃസമിതിയിൽ ഒരു ക്ഷേത്രമുണ്ട്. കുടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചീരാലിൽ. അത് പോയ അത്ഭുതമാണ്. അവിടെ ഒരു സെക്രട്ടറി എത്ര കാലമായിട്ടൊരു AC ബാലകൃഷ്ണൻ ഇങ്ങനെ 10-25 വർഷമായിട്ട് ഞാനിങ്ങനെ പോകുന്ന സ്ഥലമാണ്. അങ്ങനെ നമുക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഇവിടെ നിന്ന് ശങ്കരാചാര്യന്മാരെയും ശ്രീ നാരായണ ഗുരുദേവരെയും ചട്ടമ്പി സ്വാമികളെയും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അവർ ലോകത്തിന് വെളിച്ചം കൊടുക്കണം. ഏത് മതത്തിനും കടന്നു വരാം. സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പം വന്നപ്പോൾ കൂടത്തിൽപ്പെട്ട ആരോ ഒന്ന് ചോദിച്ചു, അവിടെ ഷർട്ടും മുണ്ടും പാൻറ്റൊക്കെ ഇടല്ലേ എന്ന് ചോദിച്ചു. ചിദാനന്ദ സ്വാമീനെ പോലെ എന്നെ പോലുള്ളവർ എപ്പോഴും പറയുന്നതാണ്, സ്വതന്ത്രമായിട്ട് കയറട്ടെ, നല്ല വസ്ത്രം ധരിച്ചു വന്നാൽ മതി. ചില ആളുകളൊക്കെ സ്വാമിജി പറയാറുണ്ട്, ഈ പ്രഭാഷകന്മാരാണ് വഴിതെറ്റിക്കുന്നത് നാട്ടുകാരെ മൊത്തം. സ്വാമിജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ ഷർട്ടിട്ട് കയറാൻ പാടില്ല, കാരണം ഈ ദേവന്റെ ചൈതന്യം ഷർട്ടിന്റെ ഉള്ളിലേക്ക് കയറൂല പോലെ. സ്വാമി ചോദിക്കാം, അപ്പോൾ നമ്മൾ ഈ തൊലിയുടെ ഉള്ളിലേക്ക് കയറുമോ? തൊലിയുടെ ഉള്ളിലേക്ക് കയറുമോ? അപ്പൊ സ്ത്രീകൾക്ക് ദേവന്റെ ചൈതന്യം കിട്ടാണ്ടായി പോലെ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാ ക്ഷേത്രങ്ങളിലും പല അന്ധവിശ്വാസങ്ങളും വേണ്ടായ്മകളും ഒക്കെ ഉണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇന്ന് ബലിയിടണം, നാളെ ബലിയിടണം, 3 ഉരുട്ടണം, 4 ഉരുട്ടണം, എത്ര വിളികളാണ് വരുന്നതെന്നറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് എവിടെയും പോയിട്ടില്ല, ബലി ഇട്ടിട്ടുമില്ല, ഞാൻ ഇടാറുമില്ല. അങ്ങനെ
എന്തിനാണ് നമ്മൾ ബലിയിടുന്നത്? അതിന്റെ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുക, അതിന്റെ കർമ്മം നമ്മൾ വീട്ടിൽ ചെയ്യുക, നിരന്തരം ചെയ്യുക. എല്ലാ സമയത്തും നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഫോട്ടോനെ വെറുതെ ഒന്ന് നോക്കുക, അത് തൂക്കിയെടുക്കുന്ന ഒന്ന് പൊടി തുടയ്ക്കുക. മറ്റില്ലേ ഹെഡ്മാസ്റ്റർമാരുടെ തലേന്റെ പുറകിൽ SIന്റെ തലേന്റെ പുറകിലൊക്കെ ഗാന്ധിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് പൊന്നിച്ച് നോക്കിയാൽ പൂറ, ഈച്ച, പാറ്റ, കൊതുക് എന്നൊക്കെ പറഞ്ഞ എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. തൂക്കിയതിന് ശേഷം പിന്നെ നോക്കിയിട്ടുണ്ടാവില്ല. അച്ഛനും അമ്മയൊക്കെ അങ്ങനെ നോക്കുക, എന്താണ് എൻ്റെ മുഖത്തുള്ള പൊടി തുടയ്ക്കാത്ത ഓ നോക്കുകയില്ല, നമുക്കിട്ട് അറിയില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഈ ചിത്രം ആർക്കാന്ന് ചോദിച്ചു. എനിക്കറിയാന്ന്, കെട്ടിയവൻ്റെ അമ്മമ്മേൻ്റെ ചിത്ര അറിഞ്ഞുകൂടാ, വേറൊരു കഥയും കൂടി ഉണ്ടാകും. ഇത് പെണ്ണ് കാണാൻ പോയ സമയത്ത് പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞപ്പോൾ അച്ഛൻ പുറത്ത് ജോലിയാണ്, പുറത്താണ്, എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ, രണ്ടുപേരൊക്കെ കൂടുമ്പോൾ വരുള്ളൂ, തിരക്കെല്ലാം. പിന്നെ ഓരോ കാര്യമൊക്കെ പറഞ്ഞാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞു. അടുത്ത കാലത്തുണ്ടായ സംഭവം കേട്ടോ, അധികം ദൂരമായിട്ടില്ല. അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ മേടിച്ചിട്ട് പെണ്ണ് കണ്ടവരങ്ങനെ പോയി വീട്ടിൽ പോയി വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കുറേ ഫോട്ടോ കണ്ടപ്പോൾ അച്ഛൻ വീട്ടിലല്ലേ ചോദിച്ചു. അപ്പോൾ പെണ്ണൊന്നും മിണ്ടില്ല, വീട്ടുകാരൊന്നും മിണ്ടില്ല. അങ്ങനെ വീട്ടിൽ പോയില്ല. രാത്രി പെണ്ണിനെ വിളിച്ചപ്പോൾ ചോദിച്ചു, ചേട്ടൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹിസ്റ്ററി PhD ചെയ്യാണെന്നാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടത് തിരിച്ചറിഞ്ഞൂടാല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തൂക്കിയ ചിത്രങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഞാൻ പറയാറുണ്ട്, 100 കൊല്ലം കഴിഞ്ഞാൽ ഗാന്ധിജി ജീവിച്ചിരുന്നിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ? 100 കൊല്ലം കഴിഞ്ഞാൽ പഠിച്ചു അല്ലേ? ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിക്കുമോ? ആർക്കും വേണ്ട. നന്മയിലേക്ക് തിരിയാൻ ആഗ്രഹമില്ല. അവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. ആളുകളെ ഒന്നിച്ച് ഒരേ ചിന്തയോടുകൂടി നമ്മൾ ഇരിക്കല്ലേ ഇവിടെ. അങ്ങനെ വരുന്ന ഒരു ആലയമാണ് ദേവാലയം. ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, വർഗം വേണ്ട, വർണ്ണം വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ രാമായണത്തിലുണ്ട്, പഠിച്ചോളുക. ഏതോ ജാതിയിൽപ്പെട്ട ഗുഹനെ കുറിച്ച് പഠിക്കും, ശബരിനെ കുറിച്ച് പഠിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു അല്ലെ. പക്ഷെ ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിക്കുന്നുണ്ട്. അത് ശംഭൂകൻ തപസ് ചെയ്തത്. പണ്ടൊരു വയനാട് ഡോക്ടർ എന്ന് പറഞ്ഞ് വയനാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. MBBS ഒന്നുമില്ല, കടത്തട്ട് കുടിന്തോ പഠിച്ചിട്ട് കയറി വന്നിട്ട് ഡോക്ടർ വയറ MBBS എന്ന് പറഞ്ഞു. ഞാൻ 6ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം കാണാൻ ഡോക്ടറെ പോലീസുകാർ വിളിച്ചുകൊണ്ടേ എന്താ അറിയോ, സർട്ടിഫിക്കറ്റില്ല. സർട്ടിഫൈഡ് അല്ലാതെ പഠിക്കാതെ ഒരു കാര്യം പറയാൻ പോലും. പഠിക്കാതെ പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, ക്ഷേത്രാചാരത്തെക്കുറിച്ച് പഠിക്കണം, ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് പഠിക്കണം, വേദങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം, ഉപനിഷത്തുകളെ കുറിച്ച് പഠിപ്പിക്കണം, ഇതിഹാസങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. ഒന്നുകൂടി പറയാം, പുരാണങ്ങൾ എന്ന് പറഞ്ഞ് 18, 36 പുരാണങ്ങളുണ്ട്. അതിലൊക്കെ പലതും കള്ളക്കഥകളാണ്. ഏറ്റവും ലളിതം കേരളാരുണ്ടാക്കിയെന്ന് പറഞ്ഞത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കേരളാരുണ്ടാക്കിയതാണ്. പരശുരാമൻ മഴ എറിഞ്ഞിട്ട് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. അതേപോലെയാണ് നമ്മുടെ ആലപ്പുഴ. നിങ്ങൾ ആലോചിക്കുക, എന്നെ വിളിച്ചോളൂ, നമ്പർ നിങ്ങൾ പലയിടത്തും ഉണ്ടാവും, വിളിച്ചോളൂ. എന്താ മഴനാ പറഞ്ഞു. അതേപോലെയാണ് ഈ കേരളത്തിൽ ഭരിച്ച ഒരാളായിരുന്നു മഹാബലി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. മഹാബലി ആരാണ് കൃത്യമായിട്ട് ഭാഗവതത്തിലും മഹാഭാരതം, അനുശാസന പർവ്വത്തിലും ശാന്തി പർവ്വത്തിലുണ്ട്. ഭാഗവതത്തിലെ 9ഉം 10ഉം അധ്യായങ്ങൾ നവമസ്കന്ധത്തിലും ദശമസ്കന്ധത്തിലുണ്ട്. പക്ഷെ പഠിക്കാതെ നമ്മൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാം പഠിക്കാനുള്ളൊരു അവസരമായിട്ട് എൻ്റെ ഈ ചെറിയ ചിന്തകളെ നിങ്ങൾ മാറ്റുക. നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ വരാം, സമയമുള്ള കേട്ടോ. അപ്പം മാഷിയോട് പറഞ്ഞല്ലോ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളം മുഴുവൻ ഇപ്പം നിലവിൽ സമിതി രജിസ്റ്റർ ചെയ്ത് 636 ക്ഷേത്രങ്ങളുണ്ട്. കൂടാതെ പഴയ രജിസ്ട്രേഷൻ ഉള്ളത്, പിന്നെ പുതിയ രജിസ്ട്രേഷൻ ആവേണ്ടതും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നോക്കിയിട്ട് പറ്റുന്ന നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നമുക്ക് പരമാവധി പറ്റുന്നതൊക്കെ ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം വിഷ്ണുവിൽ സമർപ്പിച്ചു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.